എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏത് ചെസ്റ്റ് അളവിലും നിങ്ങൾക്ക് ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായി ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു വരുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു. നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 14 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഷോൾഡറാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ കണക്കാക്കുന്നത് ഇത് നമ്മളൊരു 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള 36 ഇഞ്ച് ആളുടെ ബോഡി മെഷർമെൻ്റ് ആണ്. 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ബ്ലൗസ് കട്ടിങ്ങിൽ നമ്മൾ 36 ഹരിക്കണം 6, 36ൻ്റെ 6ൽ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ 6 ഇഞ്ച് 36 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ബോഡി അളവ് വരുന്ന ഒരാൾക്ക് നമ്മൾ 6 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഷോൾഡർ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയും ഇതുപോലെ വരയുന്നു, നേരെ കുത്തനെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു 6 ഇഞ്ച് കേട്ടോ. ഇവിടെ നമ്മൾ 6 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ വരിക കേട്ടോ, ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്, ആളുടെ ബോഡിയിൽ നിരത്തിലുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 36ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 40 ഇഞ്ച്. 40ൻ്റെ 4ലൊരു ഭാഗം 10 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. ഇത് നമ്മുടെ ബ്ലൗസ് കട്ടിങ് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ ഇത് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഇടുപ്പളവ് എത്രയാണോ അതിൻ്റെ 4ലൊരു ഭാഗത്തിൻ്റെ കൂടെ 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൂട്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇതൊരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിൽ മാത്രം നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കട്ടിങ്ങിൻ്റെ ആം ഹോൾ റൗണ്ടുകൾ മാത്രമാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ 36 ഇഞ്ചിന് 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ കൊടുത്തു, 6 ഇഞ്ച് ഷോൾഡർ കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ നേർപകുതി കേട്ടോ, 6 ഇഞ്ചിൻ്റെ നേർപകുതി നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആം ഹോൾ റൗണ്ട് നമ്മൾ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കേട്ടോ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിത് വരഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, എങ്ങനെയാണ് കറക്റ്റ് ആകുമോ എന്ന് കണ്ടോ. ഈ ഒരു ആം ഹോൾ റൗണ്ട് നമുക്കൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 1/2 ഇഞ്ച് നമ്മളിവിടെ ഇറക്കി മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നിന്ന് തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു റൗണ്ട് അളവ് നമ്മൾ അളക്കേണ്ടത്. അപ്പോൾ നമുക്ക് 36 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ റൗണ്ട് നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 36 ഇഞ്ച് കേട്ടോ, നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അതിൻ്റെ 4ലൊരു ഭാഗം നമുക്ക് എത്ര കിട്ടും? 9 ഇഞ്ച് കിട്ടും കേട്ടോ. 36ൻ്റെ 4ലൊരു ഭാഗം നമുക്ക് 9 ഇഞ്ച് കിട്ടും. ഈ 9 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറക്കുക, നമുക്ക് 8 ഇഞ്ച് കിട്ടും കേട്ടോ. ഈ ഒരു 8 ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആം ഹോളിൽ നമ്മൾ കൊടുക്കുക. ആ ഒരു അളവാണ് നമുക്കിവിടെ കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 36 ഇഞ്ച് ചെസ്റ്റ് അളവിന് നമ്മുടെ കൈയുടെ ഷേപ്പ് അളവിൽ നമ്മുടെ കൈയുടെ ആം ഹോൾ ഭാഗത്ത് കൊടുക്കുന്ന അളവ് നമുക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ കൂടി ടേപ്പിനെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വരിക കണ്ടോ. ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് കണ്ടോ ആ ഒരു മാർക്കിങ്ങിൽ കണ്ടോ 8 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നത് കണ്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. 36 ഇഞ്ച് ചെസ്റ്റ് അളവ് നമ്മൾ ഷോൾഡർ 6 ഇഞ്ച് കൊടുത്തു, ആം ഹോൾ 6 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ റൗണ്ട് അളവ് നമുക്ക് 8 ഇഞ്ച് കണ്ടോ. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ലൊരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ച് നമ്മളിവിടെ കറക്റ്റ് ചെയ്തു കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് കണ്ടോ. 8 ഇഞ്ചിൽ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 38 ഇഞ്ച് ചെസ്റ്റ് അളവാണ് വരുന്നതെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 38 ഇഞ്ച് ചെസ്റ്റ് അളവിനെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുക കേട്ടോ. 38ൻ്റെ 6ലൊരു ഭാഗം നമുക്ക് കിട്ടുക 6.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുക
കണ്ടോ 38ന്റെ 6 ഭാഗം 6.25 ഇഞ്ച്. ഈ ഒരു 6.25 ഇഞ്ചാണ് നമ്മുടെ 38 ഇഞ്ച് ചെസ്റ്റ് അളവ് വന്നാൽ. കണ്ടോ നമ്മുടെ ഒരാളുടെ ചെസ്റ്റ് അളവ് നമുക്ക് 38 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ 6.25 നമ്മളെ ഷോൾഡർ കൊടുക്കേണ്ടത്. കണ്ടോ ഇതുപോലെ 6.25 ഇഞ്ച് ഇവിടെ ഷോൾഡർ കൊടുക്കുന്നു, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി കൊടുക്കുന്നു 6.25 ഇഞ്ച്. കണ്ടോ ഇവിടെ നമ്മൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. കണ്ടോ ഇതുപോലെയാണ് നമുക്ക് മാർക്കിംഗ് വരിക. കണ്ടോ നമ്മളിത് 6.25 ഇഞ്ച് ഷോൾഡറും 6.25 ഇഞ്ച് ആം ഹോളും കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ നേർപകുതി ഇവിടെ 3 ഒരു പോയിന്റിൽ നമ്മൾ മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? 38 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42ന്റെ 4 ഭാഗം 10.5 ഇഞ്ച്. ആ ഒരു 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു, പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് താഴോട്ടേക്കൊരു ലൈൻ കൊടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മളെ ഇടുപ്പളവൊന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആം ഹോളിൻ്റെ കണക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മൾ ഇവിടെയും ഈ ഒരു അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിലേക്കാണ് കണ്ടോ, ഈ ഒരു ചോക്ക് മാർക്കിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ നമ്മൾ ആ ഒരു 3 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ താഴെ ആ ഒരു മാർക്കിലേക്ക് നമ്മൾ കൊണ്ടുവരിക. കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കണ്ടോ ഇവിടെ നിന്ന് 3 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് കറക്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ മുകളിലൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇത് നമ്മളെല്ലാ അളവിലും നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് തുന്നത്തുണി മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഈ ഒരു കണക്ക് നോക്കാം. 38 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വന്നത്. 38 നമുക്ക് ഹരിക്കണം 4. കണ്ടോ 38ന്റെ 4 ഭാഗം നമുക്ക് എത്രയാണ് കിട്ടുക? 9.5 ഇഞ്ച് കിട്ടും. കണ്ടോ 9.5 ഇഞ്ച് കിട്ടും. മൈനസ് 1 ഇഞ്ച് നമുക്ക് 8.5 ഇഞ്ച് കിട്ടും. കണ്ടോ 8.5 ഇഞ്ച്. 9ൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 8.5. ഈ ഒരു 8.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. കണ്ടോ ഇവിടെ 1/2 ഇഞ്ച് നമ്മുടെ മുകളിലുള്ള തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ടേപ്പിനെ ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മളിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് കണ്ടോ, ഇവിടെ ഈ ഒരു മാർക്കിംഗ് ആണ് നമ്മുടെ അളവ് വരുന്നത്. കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് 8.5 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നത്. കണ്ടോ 8.5 ഇഞ്ചിലാണ് നമ്മുടെ ടേപ്പ് റൗണ്ടിൽ കറക്റ്റ് അളവ് വന്നിരിക്കുന്നത്. 8.5 ഇഞ്ചാണ്. ഇതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ 38ൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 40 ഇഞ്ചിൽ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 40 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നതെങ്കിൽ, 40 നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നതെങ്കിൽ നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ 40ന്റെ 6 ഭാഗം നമുക്ക് 6.5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരിക. കണ്ടോ 6.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെയും അതേ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മുടെ 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 6.5 ഇഞ്ചാണ് നമ്മൾ ഇവിടെയും ഷോൾഡർ കൊടുക്കുന്നത്. കണ്ടോ ഷോൾഡർ കൊടുക്കേണ്ടത് 6.5 ഇഞ്ചാണ്. അതേ 6.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ആം ഹോളിനെ കണ്ടോ 6.5 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ കൈയുടെ ആം ഹോൾ റൗണ്ടിന് വേണ്ടി കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ച് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. ചെസ്റ്റ് അളവ് എത്രയായിരിക്കും? നമുക്ക് 40 ഇഞ്ചാണ്. 40ന്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 44 ഇഞ്ച് കിട്ടും. 44ന്റെ 4 11 ഇഞ്ച്. ഈ ഒരു 11 ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ ഇതാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ഇടുപ്പളവിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും. സാധാരണ നമ്മൾ ഇടുപ്പളവൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെയും നമുക്ക് റൗണ്ട് അളവ് ചെക്ക് ചെയ്യണം. ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ 6.5യുടെ നേർപകുതി 3.25 ഇഞ്ച് കണ്ടോ 3.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു 3.25 ഇഞ്ചിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. ഈ ഒരു മാർക്കിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് വരയണം. കണ്ടോ ആം ഹോളിൻ്റെ റൗണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ടാണിത്.
കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് എത്രയാണ് കൊടുക്കേണ്ടത്? നമ്മൾ ആദ്യം ഒരു അരയിഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ തുന്നിക്ക് വേണ്ടി അരയിഞ്ച് വിടുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് എത്രയാണ് കിട്ടേണ്ടത്? നമ്മുടെ 40 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അതിൻ്റെ 4 ഭാഗം നമുക്ക് എത്രയാണ് കിട്ടുക? 10 ഇഞ്ചാണ് കിട്ടുക അല്ലേ? 10 ഇഞ്ച് കിട്ടും. അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ഈ 9 ഇഞ്ചാണ് നമുക്ക് 40 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ആളുടെ ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിലേക്കാണ് നമ്മൾ അളന്ന് ഈ ഒരു 9 ഇഞ്ച് കൊണ്ടുവരേണ്ടത്. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇപ്പോൾ വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ടേപ്പിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വരിക. കണ്ടോ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി വരുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിൽ കണ്ടോ 9 ഇഞ്ച് ഈ ഒരു മാർക്കിലാണ് കണ്ടോ ഇവിടെ വരുന്ന ഈ ഒരു മാർക്കിലാണ് വരുന്നത്. കണ്ടോ ഈ ഒരു മാർക്കിലാണ് നമുക്ക് വരുന്നത്. കറക്റ്റ് നമുക്ക് 9 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നത് കണ്ടോ. ഇതുപോലെയാണ് നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മുടെ ഷോൾഡറും ആം ഹോളും നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോ